അപ്പോ എന്താ നാളത്തെ പ്ലാൻ? അതൊക്കെ ടോണി പറഞ്ഞു തരും പോലെ നീ അങ്ങ് ചെയ്താൽ മതി. എടാ അവൾ അല്പം ഇടഞ്ഞായിട്ടോ. അതൊന്നും ടോണിക്കൊരു പ്രശ്നമല്ല. നീ നാളെ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോ അവളെ എസ് എന്ന് പറഞ്ഞിരിക്കും. കൊക്കെ എത്ര കുളം കണ്ടതാ മോനെ. അപ്പോ ഞാൻ നാളെ അവളോട് ഐ ലവ് യു പറയണോ? എടാ മണ്ട, വെറുതെ കയറി ലവ് യു എന്ന് പറഞ്ഞാ ഒരു പെണ്ണും പോസിറ്റീവ് റിപ്ലൈ തരാൻ പോണില്ല. എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം. ഒത്താലൊത്തില്ലേ? എടാ ഒളിമ്പിക്സിൽ വെടിവെക്കണ പോലെയത്. ഒരു പെണ്ണിനെ ലൈഫിൽ ഒരൊറ്റ തവണയെ പ്രപ്പോസ് ചെയ്യാൻ പറ്റൂ, അതറിയോ? അതിന് ഒളിമ്പിക്സിൽ കുറെ റൗണ്ട് ഉണ്ടാ ഷൂട്ടിങ്ങില്. അതുകൂടാതെ അതിനു മുമ്പ് കുറെ ട്രയൽസ് ഞാൻ ഇപ്രാവശ്യം ടിവിയിൽ കണ്ടതല്ലേ. വെറുതെ അല്ല ഒരു പെണ്ണും മൈൻഡ് ചെയ്യാത്ത പഴയ KSRTC ബസ് പോലെ നീ ഇങ്ങനെ നിന്നുപോയത്. നീ വല്ലതും പറഞ്ഞോ? അല്ല, ഈ പെൺകുട്ടികളൊക്കെ ഇംപ്രസ് ചെയ്യാൻ ഒളിമ്പിക്സ് കണ്ടിരിക്കുന്നത് നല്ലതെന്ന് പറയുമായിരുന്നു. ശരിക്കും? ശരിക്കും. എന്നിട്ട് എങ്ങനെ നിന്റെ പ്ലാൻ? നീ വിശദമായിട്ട് പറ. അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയും പോലെ നീ അങ്ങ് ചെയ്താൽ മതി. ഞാൻ 2 ഷാർജ ഷേക്ക് കൂടി ഓർഡർ ചെയ്യട്ടെ? എനിക്ക് വേണ്ട, നിനക്ക് വേണേ ഓർഡർ ചെയ്തോ, ഞാൻ കമ്പനി തരാം. ചേട്ടാ 2 ഷാർജ. ഇനി നീ കാര്യം പറ. ആദ്യം നമ്മൾ അവളുടെ വീക്ക്നെസ് കയറി പിടിക്കണം. അയ്യേ ചേ, അതല്ലടാ മണ്ടാ, നീ ഇന്ന് അവൾ എത്ര കപ്പ് കോഫി കുടിച്ചു എന്ന് ശ്രദ്ധിച്ചോ? കോഫി അവളുടെ ഒരു വീക്ക്നെസ്സാ. നമ്മൾ അതിൽ പിടിച്ചു കയറി വേണം മുന്നോട്ട് നീങ്ങാൻ. അതാവുമ്പോ അവളെ നേരെ വിളിച്ച് നിന്റെ കോഫി ഷോപ്പിൽ കൊണ്ടുപോവാം. അവിടെ കുറെ വെറൈറ്റി ഉള്ള കോഫിയും കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് കുറെ സംസാരിക്കുകയും ചെയ്യാലോ. അവിടെയാണ് ടോണിയുടെ പ്ലാൻ വർക്ക് ചെയ്യുന്നത്. കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയാൽ റോയിച്ച് എന്നെ കോഫി പൗഡർ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കും. അത് ശരിയാ. പിന്നെന്ത് ചെയ്യും? ഒരു തരം സ്പെഷ്യൽ റൊമാൻറ്റിക് അപ്രോച്ച് ഇവിടെ വർക്കൗട്ട് ആകത്തുള്ളൂ. ഒരു തരം ടോണി അപ്രോച്ച്. നീ പറയുന്നിട്ട് പാർവതിയുടെ പുറകെ നടന്ന് ദിവസവും ഷെയ്ക്കൊക്കെ അകത്താക്കി എന്റെ 10 കിലോ കൂടിയല്ലാണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. കമോൺ മാൻ, പാറുവിനോട് പോകാൻ പറ. എന്നാലും വർഷയുടെ അത്ര വരുമോ പാറു? അവളെ കിട്ടാത്തതിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. എന്നാലും ഫസ്റ്റ് ലവ് തന്നെയല്ലേ ടോണി? എന്തായാലും ഇതെങ്കിലും ശരിയായ മതിയായിരുന്നു. നാളെ അവള് വരുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? പിന്നല്ലാതെ, നിന്റെ മുമ്പിൽ വെച്ചല്ലേ അവൾ സമ്മതിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ അതിരാവിലെ കാറുമായിട്ട് കോഫി ഷോപ്പിലേക്ക് വാ. നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് അവളെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പൊ നീയും വരുന്നുണ്ടാ? പിന്നല്ലാതെ. അല്ല, ഞങ്ങളുടെ പ്രൈവസിക്ക് നീ ഇല്ലായിരിക്കണല്ലോ നല്ലത്. ഈയടാ, ഇതെന്താ എൻ്റെ ഫസ്റ്റ് നൈറ്റാ? അല്ലെങ്കിൽ തന്നെ നീ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ശരിയാവുക? അവളെന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ നീ പപ്പ പേടിച്ച് കുളമാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ട്രിപ്പിൾ ആക്ഷൻ ഫോർമുല. ഇതിപ്പോ എന്താ സംഭവം? സമയം തെറ്റിയതാണോ അതോ സ്വപ്നം കാണുന്നതാണോ? എന്താ റോയിച്ച? അല്ല, നീ ഡെയിലി പുലർച്ചെ 10 മണിയാവുമ്പോഴാണല്ലോ എണീക്കാറ്. ഇന്നിപ്പോ ഏപ്രിൽ 1 വല്ലോ ആണോ? ഞാൻ നന്നാവാൻ തീരുമാനിച്ചു റോയിച്ച. ഇനി റോയിച്ചൻ പറയുന്ന പോലെ കേട്ട് റെസ്പോൺസിബിൾ ആയിട്ട് നല്ലതുപോലെ ജീവിച്ചോളാം. നിനക്ക് കാശ് ആവശ്യമുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല, നിനക്ക് കാശ് ആവശ്യമുണ്ടാകുമ്പോഴാണല്ലോ സാധാരണ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നുള്ള ഡയലോഗ് എൻ്റെ അടുത്ത് ഇറക്കാറ്. അല്ല റോയിച്ച, ഇത് ശരിക്കും നന്നാവില്ല. ഞാൻ എല്ലാവരും ഞെട്ടിക്കും. ഇന്ന് റോയിച്ചൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും. മതി. രാവിലെ എങ്ങോട്ടേക്കാ? ഇന്ന് ഏത് മാളിലാ വായനോട്ടം? മാളോ? അയ്യേ, ഞാൻ നമ്മുടെ കോഫി ഷോപ്പിലേക്കാ. ഇനി എല്ലാ ദിവസവും ഈ സമയത്ത് കോഫി ഷോപ്പ് തുറക്കാം. അതെന്തിനാ? ഈ സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതാ, ഒരുപാട് കാശുണ്ടാക്കാം. പിന്നെ സാറേ എന്ന് വെച്ചാൽ തിരക്കാണെന്നല്ലേ പറഞ്ഞത്. അതുവരെ കോഫി ഷോപ്പിൽ ഞാൻ ഇരുന്നോളാം. റോജന കീ ഇങ്ങത്താ, ഇപ്പൊ തന്നെ തുറന്നേക്കാം. കീ ആനന്ദ് രാവിലെ ഞാൻ ഉറങ്ങുമ്പോ ഒന്ന് വാങ്ങിച്ചിട്ട് പോയി. അവന്റെ മൊബൈൽ എന്തോ ഇന്നലെ വെച്ച് മറന്നു, അതെടുക്കാൻ പോയതാ. അവനവിടെ കാണും, നീ വിട്ടോ. ടോണി, രാവിലെ വല്ല പെമ്പിള്ളേര് അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പോറോയിച്ച, അങ്ങനെയൊന്നുമില്ല. അതോ ഇനി നീയും ആനന്ദും കൂടി ഞാൻ അറിയാതെ കോഫി ഷോപ്പ് വല്ലതും മറിച്ചു വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കി ഈ പാവത്തിനെ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. അങ്ങനെയൊന്നുമില്ല. ചെല്ല്.